ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാലക്കാലം വെള്ളിയാഴ്ച പാലക്കാലം വീണ്ടും നമുക്ക് ദേശത്തിലേക്ക് കടന്നുവരാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല അവസരമൊക്കെ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. വെള്ളിയാഴ്ച പാലക്കാല വാസത്തോട് പ്രാർത്ഥനയോടെ കുടുംബമായിട്ട് പങ്കെത്താവ് സഹായിച്ചാൽ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പാലക്കാലം ഞങ്ങളോടൊപ്പം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിട്ട് പങ്കെത്താവ് സഹായിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുമായി ഇന്ന് പാലക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തുവരുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം പിന്നെയും ഒരവസരം കൂടി നൽകി തന്ന നല്ല അവസരം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. നമുക്ക് തലയുള്ള വണക്കം നമ്മളെ കണ്ണുകളെ അടയ്ക്കാം. ആമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമാണ് എൻ്റെ വെള്ളിയാഴ്ച പാലക്കാലത്തിൽ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പാലക്കാലം ഉപവാസത്തോട് പ്രാർത്ഥനയുണ്ട്. അപ്പം അങ്ങോട്ട് പാതകത്തിലേക്ക് അടുത്ത് വരുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവ ഈ ഭൂമിയുടെ പരപ്പിൽ പിന്നെയും ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്ത് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ഓരോ ദിവസവും കർത്താവെ ആയുസോടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ് കാലം അടിയങ്ങൾക്കും കുടുംബമായിരിക്കും കർത്താവ് കൃപയെ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങളോട് കൂടെ ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഭവനങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ചർച്ചകളിലായിരിക്കുമ്പോൾ അതും അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുക. ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളുടെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗ്ഗമേ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കും. സാന്ത്വം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെ. ഭാരമില്ലാതെല്ലാം ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ലാതെല്ലാം ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. അവൻ നാൾതോറും തൻ കൃപയാൽ നടത്തിടുന്നു. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകൾ വീർത്തുപോം വേളകളിൽ, കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകൾ വീർത്തും വേളകളിൽ, കൂട്ടിനവൻ എന്റെ കൂടെ വരും, കൂടാരമറവിലും അഭയം തരും. കൂട്ടിനവൻ എന്റെ കൂടെ വരും, കൂടാരമറവിലും അഭയം തരും. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു, നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്നവരെല്ലാവരുണ്ടെനിക്ക്, ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്നവരെല്ലാവരും എനിക്ക്. ആകുലത്തിൽ
നീരും ശോധനയാലുള്ള തകർന്നിടും വേദനയാൽ തകർന്നിറങ്ങിടും ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൻ ജീവിതമാ ആനന്ദമാ പരമാനന്ദമാ ആനന്ദ സന്തോഷത്തിൻ ജീവിതമായി നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു അവൻ നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇന്ന് വാഗ്ദാനം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് തലകൾ ഉണക്കാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പം അനേക പ്രിയപ്പെട്ടവർ അനേക വിഷയങ്ങൾ ഇന്ന് വാഗ്ദാനം അയച്ചു തന്നിട്ടുണ്ട്. ആ വിഷയത്തിന് വേണ്ടി നമുക്ക് ഇന്ന് വാഗ്ദാനം പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും ദൈവം അടിയനോട് കൂടെ ഗ്രൂപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടൊരു അടിയനോട് കൂടെ ആയിരിക്കുന്നതും ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ ഹല്ലേലൂയ നന്ദി പറയുവാൻ ആമേൻ ഹല്ലേലൂയ വിഷയത്തിന് വേണ്ടി മധ്യസ്ഥനായ ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന നന്ദി എന്ന് വാഗ്ദാനം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വൽക്കാലം ഒന്നാമതായി നമ്മളെ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം കൊറോണ നിമിത്തം അനേക രോഗികൾ സൗഖ്യമായി നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അനേക കാര്യങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായി അനേക പ്രിയപ്പെട്ട സൗഖ്യമായിട്ട് മടങ്ങി വരുന്നവരുണ്ട്. എന്നാൽ ചുരുക്കം പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായിട്ടുണ്ട്. എന്നാൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ആമേ സംഭവിക്കുന്ന എല്ലാ നന്മയ്ക്കായി ദൈവം കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് വൽക്കാലം ആമേ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. ആമേ അവർക്ക് വേണ്ടി നമുക്ക് ഇന്ന് വന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആമേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ സ്തുതി പിതാവേ അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം സമയഭേദം കൂടാതെ അപ്പ പ്രാർത്ഥന വിഷയമായി ഞങ്ങളുടെ പാതപുരത്തിലേക്ക് അടുത്ത് വരികയാണ് കർത്താവ്. തൻ്റെ ഭക്തന്മാരുടെ ആമേ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം കർത്താവേ ഇന്ന് പല കാലം കർത്താവെ വിഷയങ്ങളുടെ മേൽ അപ്പൻ്റെ കരോട് പ്രവർത്തിക്കുമാറാണമേ എന്നത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കോവിഡ് നിമിത്തം ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് പൂർണ്ണമായ വിടുതൽ ഉത്സവിക്കപ്പിന് കൽപ്പിക്കണമെന്ന് അനേക ജില്ലകൾ അനേക സ്ഥലങ്ങൾ അനേക ഭവനങ്ങളിലേക്ക് ആമേ അത് പടർന്നുകൊണ്ടിരിക്കുന്നല്ലോ ദൈവമേ. നാളിൽ കർത്താവെ അപ്പാ ഹല്ലേലൂയ അതിനുമേൽ ദൈവത്തിൻ്റെ കരോട് പ്രവർത്തിക്കുമാറാണമേ. പൂർണ്ണമായ വിടുതൽ ആമേ അവിടുന്ന് കർത്താവെ സൗഖ്യം കർത്താവ് ദേശത്തൊന്ന് വ്യാപരിപ്പാൻ കർത്താവെ ഇടയാക്കണം. കുഞ്ഞാട്ടിൻ്റെ രക്തം തളിച്ച ഒരു ഭാവത്തിന്മേൽ തൊടുവാൻ അങ്ങ് അവിടുന്ന് അനുവദിക്കരുത് എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൻ്റെ കരവന്ന് പ്രവർത്തിക്കുന്ന നന്ദി ഹല്ലേലൂയ. ആസ്വാദം അതുപോലെ കിഡ്നി സംബന്ധമായി കർത്താവ് രോഗത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥി. അതുപോലെ ഡയാലിസിസ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവർക്ക് പൂർണ്ണമായ വിടുതൽ സൗഖ്യത്തിന് കൽപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നട്ടലിൻ്റെ വേദനയെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നടുവേദനയെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ അസ്ഥി സംബന്ധമായി ഭാരപ്പെടുന്ന രോഗികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. കർത്താവ് നടുവിൻ്റെ വേദന ഹല്ലേലൂയ അല്ലെങ്കിൽ കിഡ്നി സംബന്ധം ഉദരത്തിൽ മുഴയാ ഭാരപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പാലക്കാട് അങ്ങനെയുള്ള രോഗികൾ പൂർണ്ണമായ വിടുതൽ പ്രാപിപ്പാൻ പൂർണ്ണമായ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിഷയത്തിന് മേലെ അപ്പൻ്റെ കാലം തൊട്ട് കർത്താവെ അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ. ഹാലേലൂയ കർത്താവെ. അരക്തസ്രവമായ സ്ത്രീ കർത്താവെ ഹാലേലൂയ അങ്ങേ തൊട്ടപ്പോൾ അങ്ങേ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ അമ്മ അങ്ങ് വിശ്വസിക്കുന്ന കർത്താവ് വിശ്വസിച്ച് അങ്ങ് ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഇന്ന് പലകാല വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് രോഗികൾക്ക് ഫലിക്കും. നീതിമാന്റെ പ്രാർത്ഥന അത് രോഗികൾക്ക് വളരെ ഫലവത്താണല്ലോ. ഇന്ന് പലകാലം കർത്താവെ അത് പൂർണ്ണമായ വിടുതൽ സൗഖ്യം ദിവസങ്ങൾ പകർന്നു കൊടുക്കണമേ. ആമേ ഹല്ലേലൂയ. ഇന്ന് പലകാലം ഏത് രോഗത്തിന്മേ ഭാരപ്പെട്ട് ആമേ ആയിരിക്കുന്നു ആമേ ഹാലേലൂയ കർത്താവെ അങ്ങയുടെ കരം തൊട്ട് കർത്താവെ ഉച്ചോട്ട് ഉള്ളങ്കാലം ഒരു ദേവശക്തി വ്യാപരിച്ച് ഇന്ന് പലക്കാലം പൂർണ്ണമായ വിടുതൽ സൗഖ്യം എൻ്റെ അപ്പച്ചോട് കൽപ്പിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരോട് തൊട്ടതായി നന്ദി. ആമേൻ ആമേൻ. അതുപോലെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ക്യാൻസർ രോഗത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുക. എയ്ഡ്സ് രോഗത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേ ഹല്ലേലൂയ. ആവശ്യത്തോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാടത്ത് കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ക്യാൻസർ രോഗത്തെ ഭാരപ്പെടുന്നവർക്ക് വിവിധ സ്ഥലങ്ങളിൽ മുഴയാൽ ഭാരപ്പെടുന്ന കർത്താവെ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ പുറത്തു പറയാൻ പറ്റാതെ വിവിധ വിഷയത്തിന്മേൽ വിവിധ രോഗത്തിന്മേൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവ്. അവരെ ഓർത്തി സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്
പൂർണ്ണമായ വിടുതൽ സൗഖ്യ ആശ്വാസവും അപ്പച്ചൻ കൽപ്പിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന തലമുറ വഷളത്തും മൃഗങ്ങളുന്ന അനേക കുഞ്ഞുങ്ങൾ കർത്താവെ, അനേക യൗവനക്കാർ കർത്താവെ, പലരും രോഗത്തെ ഭാരപ്പെടുന്ന അനേക രോഗികളുണ്ടല്ലോ കർത്താവെ, പാൻവരാകും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന പോലെ മഹാവ്യാധി കർത്താവെ അല്ലെങ്കിൽ പടർന്നുകൊണ്ടിരിക്കുന്ന അനേക യൗവനക്കാരുണ്ടല്ലോ കർത്താവെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൂർണ്ണമായ വിടുതൽ പറ്റി കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എലിപ്പനി, ഡെങ്കിപ്പനി, അല്ലെങ്കിൽ ചിക്കൻ ഗുനി, ഹാലിയ മാരകമായ മഞ്ഞപ്പിത്തത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ വിഷയത്തിന്മേലെ ഭാരപ്പെടുന്ന വ്യക്തിയും അതുപോലെ ശരീരത്തിൽ നീർക്കെട്ട് അനുഭവിക്കുന്ന വ്യക്തിയും ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകൾ, ശരീരത്തിൽ മുറിവുകളുണ്ടായി അതിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന അവസ്ഥകളുണ്ട്. പ്രിയപ്പെട്ടവരായ പ്രാർത്ഥിക്കുന്നു പാൽക്കാലം അങ്ങനെയുള്ള വ്യക്തിയും പൂർണ്ണമായ വിടുതൽ സൗഖ്യം എൻ്റെ അപ്പച്ചനവിടുന്ന് കൽപ്പിക്കുമാറാണമേന്ന് അവർത്തോട് പ്രാർത്ഥിക്കുക. താൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കുന്നതായി പ്രാർത്ഥന ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരം പ്രവർത്തിക്കുന്നതായി നന്ദി. ഹാലേലൂയ. ആമേൻ ആമേൻ. അതുപോലെ ജോലി ഹാലിലോ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നല്ല തലമുറ ജനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നല്ല വിവാഹങ്ങൾ നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലിലായി നാളുകളിൽ മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവർക്ക് തക്കതായ തുണകളെ ദൈവം കൊടുക്കുന്നതാണ്. അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്പെട്ട നിലയിൽ മുന്നേറുക കർത്താവെ സഹായിക്കുമാറാണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, മക്കളുടെ ഹോൾ തന്നെ ദാനത്തിന്റെ ഫലവും പ്രതിഫലവും ഞങ്ങൾ അവകാശമാകെ ഞങ്ങൾക്കുണ്ടാകുന്ന തലമുറകളെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ സഹായിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബമായി തലമുറകളോട് ഒരുമിച്ച് ആത്മീയമായി വളരുവാൻ കർത്താവെ നാളിൽ അവിടുന്ന് ഇടയാക്കണമേ. ആത്മീയമായി ഭൗതികമായി എല്ലാ മേഖലകളിലും അപ്പൻ്റെ കരം കൂടി സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിയ വിഷയത്തിന്മേലെ എൻ്റെ അപ്പൻ്റെ കരം പ്രവർത്തിക്കുന്നതായി നന്ദി. ഹാലേലൂയ ഹാലേലൂയ. അതുപോലെ തന്നെ മദ്യപാനശീലങ്ങൾ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ഹാലിലോ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഹാലിലോ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി കർത്താവ് മദ്യപാന രോഗികളെല്ലാം പൂർണ്ണമായി വിടുവിക്കപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കുന്നതായി നന്ദി. ഹാലിലോ പ്രാർത്ഥിക്കുക. ഹാലിലുയ സ്തോത്ര അനേക തലമുറകൾ കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കർത്താവെ ഹാലിലോ ലോകത്തിന് മുകളിൽ നശിച്ചു പോകുന്നല്ലോ കർത്താവ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുക. ദൈവമേ, ജോലി എടുത്തിട്ടും കിട്ടുന്ന പൈസയ്ക്ക് കർത്താവെ മദ്യം കുടിച്ച് കർത്താവ് സമാധാനമില്ല, സന്തോഷമില്ലാതെ അനേക കർത്താവ് കുടുംബങ്ങളുണ്ടല്ലോ കർത്താവ്, കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവ്, ഭാഗത്തിൻ്റെ അന്തരീക്ഷത്തെ അപ്പോൾ അങ്ങ് അറിയുന്ന കർത്താവ് നാളുകളിൽ കർത്താവ് നിന്ന് പൂർണ്ണമായ വിടുതലെല്ലാം അപ്പച്ചൻ കൽപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കരം തൊടുന്നതായി നന്ദി. ആമേൻ ആമേൻ. അതുപോലെ അലർജി രോഗങ്ങൾ ഭാരപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ ഹാലേലൂയ. അതുപോലെ BP, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളിന് ഭാരപ്പെടുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ ഹാർട്ട് രോഗികൾക്കായി പ്രാർത്ഥിക്കാം. കിഡ്നി സംബന്ധമായുള്ള വ്യക്തികൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ ഹാലേലൂയ. അപ്പൻ്റെ കരം പ്രതീക്ഷിത്തുമേൽ അവൻ്റെ അപ്പൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുക. പ്രഷർ കൂടിപ്പോയിട്ട് കർത്താവ് കുറഞ്ഞു പോയിട്ട് വിവിധ വിഷയത്തിന്മേലെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പൂർണ്ണമായ വിടുതൽ സൗഖ്യം എൻ്റെ അപ്പച്ചൻ കൽപ്പിക്കുന്ന. അതുപോലെ ഷുഗർ കൂടിയും കുറഞ്ഞായിരിക്കുന്ന അവസ്ഥകൾക്ക് അപ്പോൾ എല്ലാം നോർമലാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. കൊളസ്ട്രോളിന് ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹാലിയെ പൂർണ്ണമായ വിടുതൽ സൗഖ്യം അപ്പച്ചൻ കൽപ്പിക്കുന്നു. അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗികൾ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ സൗഖ്യം അപ്പച്ചൻ കൽപ്പിക്കുന്നു. അതുപോലെ മാനസികമായ അസ്വസ്ഥത ഭാരപ്പെടുന്ന സ്വബോധമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന ദിവസം അപ്പൻ്റെ കരാറിന് പ്രവർത്തിക്കുന്നതായി സ്വന്തം മറുപടി അയച്ചതായി നന്ദി. ഹാലേലൂയ ഹാലേലൂയ. അതുപോലെ ചില ഓപ്പറേഷനുകൾ മാറിപ്പോകാൻ ഹാലേലൂയ ഹാലേലൂയ. എന്നെ പ്രിയപ്പെട്ടത് കൊറോണ നിമിത്തം ഭാരപ്പെടുന്ന ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നതിന് ഒരിക്കലേ പൂർണ്ണമായൊരു വിടുതൽ ദൈവം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാറുവാൻ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ മാറുവാൻ ദിവസം കർത്താവിൻ്റെ കരവിടുന്ന് പ്രവർത്തിക്കുമാറാണ് വിശുദ്ധമേൽ അവിടുന്ന് മറുപടി അയക്കുന്നതിനായി നന്ദി. ഹാലേലൂയ. അതുപോലെ കണ്ണുകൾക്കും കാഴ്ചയും ചെവികൾക്കും കേൾവി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാവുകളുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തലവേദന രോഗത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുക. മാനസിക രോഗികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
അതുപോലെ ബ്ലീഡിങ് സംബന്ധമായി ഭാരപ്പെടുന്ന പൾസ് രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ കർത്താവെ വിഷയത്തിൽ മേലെ എല്ലാ അപ്പൻ്റെ കരോട് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശ്വാസതടസ്സം മാറുവാൻ വേണ്ടി കുടുംബത്തിൽ അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ മാറുവാൻ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ദിവസം പൂർണ്ണമായ വിടുതൽ ഈ വിഷയത്തിൽ മേലെ എൻ്റെ അപ്പൻ്റെ കരോട് ചലിച്ചവിടുന്ന് ഇറങ്ങി കർത്താവെ പൂർണ്ണമായ വിടുതൽ സൗഖ്യം ആശ്വാസപറ്റം കൽപ്പിക്കുമാറാണെന്ന് ഓർത്തോട് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും കർത്താവെ ഇടയാക്കണമേ. ഓരോ വ്യക്തികളും കെട്ടിയിരിക്കുന്ന അന്ധകാര ശക്തി ഈ നാളുകൾ അഴിഞ്ഞു മാറുവാൻ കർത്താവെ ഇടയാക്കണമെന്ന് ഓർത്തോട് പ്രാർത്ഥിക്കുന്നു. മൂക്കിൽ ചതവ് ചതഞ്ഞ് രോഗം അതുപോലെ ഹെർണി രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ സൗഖ്യം ദൈവം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിട്ടുമാറത്ത ചില രോഗങ്ങൾ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയത്തിന്മേലെ എല്ലാ അപ്പൻ്റെ കരം പ്രവർത്തിക്കുന്നതായി നന്ദി. മറുപടി അയക്കുന്നതായി നന്ദി. അതുപോലെ കടഭാരത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നെങ്കിലും ജോലിയിൽ ഒരുപാട് സാമ്പത്തികം ലഭിക്കാതായിരിക്കാൻ പ്രിയപ്പെട്ടവർ, അതുപോലെ ജോലി ഉണ്ടായിട്ടും ജോലിക്ക് കടന്നു പോകാൻ കഴിയാതെ ഭവനത്തിലായിരിക്കാൻ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കുന്ന പാലക്കാട് അങ്ങനെയുള്ള വ്യക്തികൾക്കായി നമുക്ക് പ്രാർത്ഥന വിഷയത്തിൽ എൻ്റെ അപ്പൻ്റെ കരം പ്രവർത്തിക്കണമേ. കർത്താവ് മറുപടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളിൽ തലമുറകൾ ആത്മീയമായി വളരുവാൻ ആത്മീയ പക്വത പ്രാപിപ്പാൻ കർത്താവെയും സഹായിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ വിശുദ്ധമേലെല്ലാം എൻ്റെ അപ്പൻ്റെ കരം പ്രവർത്തിക്കും. സാധ്യമാക്കുന്നതിനായ ദൈവത്തിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് തക്ക സമയത്ത് മറുപടി കൊടുത്ത് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. പൂർണ്ണമായ വിടുതൽ സൗഖ്യം ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തികളുണ്ടല്ലോ കർത്താവെ, അവർക്ക് രാത്രി സുഖമായ ഉറക്കത്തെ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥന. യാതൊരു ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥകളൊന്നും ഉണ്ടാകാതെ സുഖമായ ഉറക്കത്തെ അവിടുന്ന് കൊടുക്കുന്ന പരിപാലം ഉറങ്ങാത്തന ഭയങ്കരത്തിന് കൂടിയിരിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് സുഖമായ ഉറക്കം അവിടുന്ന് പകർന്നു കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരവിന് പ്രവർത്തിക്കുന്നതായി നന്ദി. അനേക പ്രിയപ്പെട്ടവർ സ്വന്തമായി ഭവനമില്ലാതെ സ്വന്തമായി സ്ഥലമില്ലാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇതുപോലെ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. നമുക്ക് അങ്ങനെയുള്ള വ്യക്തിയും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്ര അപ്പൻ്റെ കരവിടുന്ന ആവശ്യത്തിന് മേലെ അവിടുന്ന് പകർന്നു നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പലിശക്കടങ്ങൾ ബാങ്ക് ലോണുകൾ മാറിപ്പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാനേ വ്യക്തികൾ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാതെ കഴിയുന്ന അവസ്ഥകളായിരിക്കും പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കടബാധകളെല്ലാം എത്രയും തിരിച്ചടയ്ക്കാൻ ആവശ്യമായ സാമ്പത്തിക വഴികൾ വാതിലുകൾ തുറന്ന് കടബാധകളെല്ലാം കർത്താവെ ഒഴിവാക്കുക. കർത്താവെ ഇടയാക്കണമെന്ന് അവർത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരം അവിടുത്തെ പ്രവർത്തിക്കുക. അതുപോലെ ലോൺ എടുത്തിട്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ ദൈവമേ, അതെല്ലാം തക്ക സമയത്ത് അടച്ചു തീർപ്പാൻ ആവശ്യമായ സാമ്പത്തിക വഴികളെ വാതികളെ അവിടുന്ന് ഒരുക്കി കൊടുക്കുമാറാണ്. സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് അവർത്തോട് പ്രാർത്ഥിക്കുക. താൻ്റെ കരം പ്രവർത്തിക്കുന്നതായി നന്ദി. ഹാലേലൂയ. അതുപോലെ ചിട്ടി സംബന്ധമായ വിഷയങ്ങൾ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ ബിസിനസ് ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ പ്രതിസന്ധി മാറാൻ വേണ്ടി 3 വിഷയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചിട്ടി സംബന്ധമായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുക. അതുപോലെ ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആവശ്യപ്പെട്ട് അനേകപ്പെട്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ്സിൽ ഒരു ഉയർച്ച പ്രാപിക്കാൻ അവർ ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങൾ അവർക്കൊരു പ്രൊമോഷൻ ലഭിക്കാൻ ഈ ദിവസങ്ങൾ സഹായിക്കുമാറാണമേ. അപ്പൻ്റെ കരവോട് പ്രവർത്തിക്കുമാറാണമേ എന്ന് അവർക്ക് പ്രാർത്ഥിക്കുകയുമേ. അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവമേ, തക്ക സമയത്ത് മഞ്ഞ് മഴയയച്ച് അവർ പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അവർ ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങൾ ഒരു പ്രൊമോഷനായി കർത്താവ് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവ് കഴിഞ്ഞ ദിവസം അനേക പ്രിയപ്പെട്ട അവിടെയാലോ അവർ ജോലിയിൽ ഒരു കർത്താവ് പ്രൊമോഷൻ ലഭിക്കാൻ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പഠിച്ചിട്ടും പഠിപ്പിനൊത്തതായ ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇന്ന് പാലക്കാട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവം അവർക്ക് നല്ല ജോലി ലഭിക്കാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യമൊത്തം എല്ലാ അപ്പൻ്റെ കരം ചെറുതും വലിയമായി ആഗ്രഹിക്കുന്നതായ ഓരോ വിഷയങ്ങൾക്ക് മേലെ അപ്പൻ്റെ കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിഷയത്തിന് മറുപടി അയക്കുന്നതായി നന്ദി. ആമേൻ. ഹാലേലൂയ.
അധ്വാനിച്ചിട്ടും നന്മകളെ ലഭിക്കുവാൻ കഴിയാതെ തടസ്സം വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നമുക്ക് കഴിഞ്ഞു മാറാൻ വേണ്ടി, അതുപോലെ കമ്പനികൾ, വീടുകൾ, വസ്തുവകകൾ വിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. അതുപോലെ വീട്, സ്ഥലമൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ തക്ക സമയത്ത് ആ വിൽപ്പന നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലഭിക്കേണ്ട നന്മകൾ വേണ്ടുപോലെ ലഭിക്കാതെ പാടുപെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പെൻഷൻ പൈസ, അതുപോലെ നമ്മുടെ കയ്യിൽ ലഭിക്കേണ്ട നന്മകളെല്ലാം തക്ക സമയത്ത് നമ്മുടെ കാര്യത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. അസാധ്യങ്ങൾ സാധ്യമാക്കുക. ദൈവത്തിനെ കൊണ്ട് അസാധ്യമായ ഒന്നുമില്ല. തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. തക്ക സമയത്ത് ദൈവം നമ്മുടെ കാര്യത്തിൽ നമുക്ക് തരുവാൻ ശക്തനായ ദൈവമാണ്. നാളുകളിൽ നമ്മൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അത് വളരെ ഹല്ലേലൂയ അനുഗ്രഹമാണ്, ഫലവത്താണ്. ദിവസം നമുക്ക് മുട്ടുമടക്കി നമ്മുടെ വിഷയത്തിന്മേലെ മധ്യസ്ഥ ആ വിഷയത്തിന്മേലെ കർത്താവ് മറുപടിയായപ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ നമ്മുടെ കാര്യത്തിൽ ലഭിക്കുക. കർത്താവെ സഹായിക്കണമേ. നമുക്ക് യാതൊരു തടസ്സം കൂടാതെ ഞങ്ങളുടെ കാര്യത്തിൽ ലഭിക്കാൻ കർത്താവ് നാളുകളിൽ അവിടുന്ന് ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിഷയത്തിന്മേലെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി നന്ദി, മറുപടി അയക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രത്തോളം സമയം അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ശ്രമത്തിലായ ദൈവം കർത്താവ് സഹായിച്ചല്ലോ. പിന്നെയും നമ്മളെ ഈ നാടുകളിൽ ഹല്ലേലൂയ ഭക്ഷണത്തും പ്രബലമായിരിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ ലോകത്തിലും അതിൻ്റെ മോളിൽ കൂടി നശിച്ചു പോകുന്ന അനേക പ്രിയപ്പെട്ട നാളുകളിൽ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ അറിയുന്ന നീതിമാനുണ്ടെന്ന് ദൈവസഭത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവർ കാണുവാൻ ഹല്ലേലൂയ നല്ല പൊറുതി ഓട്ടം തേച്ച് വിശ്വാസം കാത്തു നീതിയുടെ കരുതാൻ ഈ നാളിലെ അനേക യൗവനക്കാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള തലമുറ നാശത്തിൽ നിന്നും പിന്തിരിഞ്ഞ് യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി ദൈവസേന കടന്നു വരുക. അല്ലെങ്കിൽ ഒരു മടങ്ങി വരും രൂപാന്തര നാളിൽ തലമുറകൾക്ക് കൊടുത്ത് അനേക പ്രിയപ്പെട്ടത് ദൈവത്തെ അറിയുക. താവയെ സഹായിക്കുമാറാണോ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിമേലെ എൻ്റെ ഒപ്പൻ്റെ കരം പ്രവർത്തിക്കുമാറാണോ. ലോകമോ അതിന് മോഹം നശിച്ചു പോകും. എന്നാൽ ദൈവം ചെയ്യുന്നവർ എന്നേക്ക് നിലനിൽക്കും. ഹല്ലേലൂയ. അന്ത്യകാലമാകിയ സകല ജനത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞതുപോലെ ആത്മാവിനെ പകർന്ന് ആത്മശക്തിയോടെ ദേശത്ത് നെറുകയും കുറുകയും കടന്നു പോവുക. അവരുടെ ജനത്തെ ഒരു വ്യക്തിത്വം കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ദൈവസേന മടങ്ങി വന്ന് ഹൃദയത്തോട് ഇടപെട്ട് ഞാൻ നിന്നോട് സ്വർഗത്തോട് ഹല്ലേലൂയ മുടിനായ പുത്രൻ മടങ്ങി വന്ന പോലെ നിന്നോട് ഞാൻ സ്വർഗത്തോട് പാപം ചെയ്ത എൻ്റെ പുത്രൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ അപ്രകാരമുള്ള ഒരു മനസ്സാപത്തോടെ മടങ്ങി വരും കർത്താവയോട് സഹായിക്കും. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരും അവരുടെ പാസ്പോർട്ട് വിസ എല്ലാം തക്ക സമയത്ത് ലഭിച്ച് കർത്താവിനുമായി സാമ്പത്തികം ലഭിച്ച് കടന്നു പോവുക. കർത്താവിന് ആവശ്യമായ വഴികൾ വാതിൽ മുഖാന്തരം ഒരുക്കി കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിവിശുദ്ധമേനെ എല്ലാ അപ്പൻ്റെ കരപ്രവർത്തിച്ച് ഞാൻ നന്ദി. ഹല്ലേലൂയ. മറുപടി അയക്കുന്ന ഞാൻ നന്ദി. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥാന സ്വർഗത്തിലെ വലിയവനായ ദൈവ അടിയന്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരം കാരണം നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാജ്യക്കാരെ അടിയങ്ങളെയും കുടുംബമായി ഇത്രത്തോളം കാത്തു വിവരിച്ച് ഞങ്ങൾ നടത്തിയ എല്ലാവിധം കാര്യം നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാലക്കാല പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ലൈവിലായി പാടിയെയും സഹായിച്ച് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്ന വാക്കാലത്ത് നിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. അതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 ഹല്ലേലൂയ 14 വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിലേക്ക് ഓടുന്നു. ശുശ്രൂഷ സഹായിക്കുന്നതിന് വേണ്ടി വിഷയത്തിൽ അല്പസമയത്ത് ആലോചനയ്ക്ക് വേണ്ടി ദേശത്തിലായിരിക്കുന്നു ദേവദാസൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ പകൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസിയെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആവശ്യമായ ദൈവിക സന്ദേശം, ദൈവിക ആലോചനകൾ അതിൽ നിന്ന് പറയുവാൻ കർത്താവ് കൃപ കൊടുത്താട്ടെ. കർത്താവെ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആവശ്യഭാരത്തോടായിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ദിവസങ്ങളിലായിരിക്കും കർത്താവ് സഹായിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേ ഹാലലുയ. ദിവസങ്ങളിലായിരിക്കും കർത്താവ് നമ്മളെ സഹായിക്കുന്ന നന്ദി. ഇന്ന് വാൽക്കാലം വായിച്ച ആമേ വചനപ്രകാരം ആമേ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്ന വചനത്തെ ആമേ ഹാലുവ കർത്താവ് വാഴ്ചയിലേക്കിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹാലലുയ. ഇന്ന് വായിച്ച ആമേ ഫിലിപ്പിയ ലേഖനം 3:14 വാക്യം. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. ആമേ ഹാലലുയ. ഈ നാളുകളിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടുവാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ്. ആമേ ഹാലലുയ. നാളുകൾ നമ്മൾ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരമവിളിയുടെ വിരുദ്ധിലേക്ക് നമുക്ക് ആമേ ആ വ്യക്തി ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ആമേ ഹാലലുയ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആമേ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തിരിച്ചു, വിശ്വാസം കാത്തു. ആമേ ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടി. ആമേ ഹാലലുയ. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ ആമേ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആമേ ഹാലലുയ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, കഠിനമായ ശോധനകൾ വരുമ്പോൾ ആമേ പലപ്പോഴും നമ്മൾ ആമേ ഹാലലുയ നമ്മൾ ഇവിടെ നോക്കും. നമ്മുടെ വിശ്വാസം ആമേ പലപ്പോഴും മാറിപ്പോകുന്ന അവസ്ഥകളാണ്. ആമേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആമേ നല്ലൊരു പോർ പൊരുത്, ഓട്ടം തിരിച്ച് വിശ്വാസം അത്. ആമേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ ആമേ ഇപ്പോൾ നമുക്കാണെങ്കിൽ ഏറ്റവും ആമേ പ്രയാസമായിരിക്കുന്ന ഒരവസ്ഥ എന്താണ്? കോവിഡാണ്. ആമേ പല വ്യക്തികളെയും അത് കാണുന്നതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വ്യക്തികളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേ അതിന് മുമ്പിലെല്ലാം പരിശോധനകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആമേ പതറാതെ നിൽപ്പാൻ ഓരോ ദിവസം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതിനായി അധികമായി ആമേ കർത്താവിലും അവന്റെ അമൃതത്തിൽ ശക്തിപ്പെട്ട് മുന്നേറുക ദൈവം നമ്മളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹാലലുയ. ഇന്ന് പലകാല ആമേ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തിരിച്ചു, വിശ്വാസം കാത്തു. ആമേ ഹാലലുയ. ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആമേ പരിശോധനകള്, പ്രലോഭനങ്ങള് എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും ആമേ എത്ര കഠിനമായ ശോധന വന്നാലും ആമേ ആ വ്യക്തി പതറാതെ ആമേ ഹാലലുയ ആ വ്യക്തിയിൽ ഹാലലുയ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ നല്ല പോലെ ആമെ പൊരുതുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ആമെ നമ്മൾ ഈ നാളുകൾ പ്രാപിച്ച് മുന്നോട്ട് ഓടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആമെ ഹാലലുയ. വിശ്വാസം എന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. പലപ്പോഴും ആമെ നമ്മൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയല്ല, നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരായിരിക്കണം. ആമെ ഹാലലുയ. നമ്മളെ പലപ്പോഴും ഹാലലുയ ആമെ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുക. അത് നീതിയുള്ള ന്യായാധിപതിയെ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകുക. ആമെ നമുക്കൊരു കിരീടമുണ്ട്. ആമേ നമ്മുടെ ഓട്ടം ലക്ഷ്യമായി ആമേ സ്വർഗത്തിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ ആമേ നമ്മുടെ വിശ്വാസത്തോടുള്ള മുമ്പോട്ടുള്ള യാത്ര ആമേ അത് യഥാർത്ഥമായ ഒരു ദൈവവചനം സംബന്ധിച്ച് ആമേ ഹാലലുയ നേരെ മുമ്പോട്ട് ഓടിയ ആമേ ഓട്ടക്കാലത്തിൽ ഓടുന്നത് അനേകരെങ്കിലും ആമേ വിശ്വാസം കണ്ടെത്തുന്ന അനേക പ്രിയപ്പെട്ട നോക്കുമ്പോൾ ആമേ അതിൽ ഓട്ടക്കാലത്ത് ഒരുവൻ മാത്രമേ അവിടെ കാണുവാൻ കഴിയുന്നുള്ളൂ. ആമേ ആ വ്യക്തി അവന് കിരീടം പ്രാപിക്കാൻ കഴിയും. ആമേ ഈ നാളിൽ നമ്മുടെ ഓട്ടം, നമ്മുടെ ലക്ഷ്യം എല്ലാം കർത്താവിലേക്ക് ആകുക. ആമേ അവന്റെ മുഖത്തേക്ക് നോക്കിയ പ്രകാശം അവിടെ മുഖം ലക്ഷിച്ചു പോയിരുന്നു നമ്മൾ തിരുവനന്തപുരം വായിക്കുന്നത്. ആമേ ഹാലലുയ. ഈ നാളിൽ ഹാലലുയ ദൈവം നമ്മളെ ഓരോ വിഷയത്തിന്മേലെ ആമേ പലപ്പോഴും നമ്മുടെ ആമേ പല രോഗങ്ങൾ, പല പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് വല്ലാതെ
ജീവിക്കുന്ന അവസ്ഥകൾ പ്രയാസപ്പെടുമ്പോൾ, ആമേ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല കർത്താവായ യേശു കർത്താവ് നമ്മുടെ ഭാരത്തിന്മേലെ പല വിഷയത്തിന്മേലെ സാമ്പത്തികമായി അല്ലെങ്കിൽ ഏത് വിഷയത്തിന്മേൽ നമ്മൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിന് മേലെ നമുക്ക് മറുപടി തരുന്ന നന്മ ആത്മീയമായി ഭൗതികമായ എല്ലാ മേഖലയും നമ്മളെ കരം പിടിച്ച് ആമേ വഴി നടത്തും വിശ്വസനായ ദൈവമാണ്. ആമേ നമ്മൾ വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന അത് നീതിമാനം വളരെ ഫലവത്താണ്. ആമേ ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1 നമുക്ക് വായിക്കാം. ആമേ ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേ ഹല്ലേലൂയ. ആകെ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരിച്ചതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ആമേ ഹല്ലേലൂയ. ആകെ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സകല പാവം മുറുകെ പറ്റുന്ന പാവം വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേ ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ആമേ നമുക്കൊരു സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആമേ പലപ്പോഴും ജീവിതത്തിലെ പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആമേ നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. ആമേ അവിടെ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ആമേ ഹല്ലേലൂയ അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അവന്റെ മുമ്പിൽ മുറുകെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ആമേ അവിടെ പൗലോസിനെ പോലെ നമുക്കും ഹല്ലേലൂയ പൗലോസിനോട് ചേർന്ന് പറയുവാൻ പറ്റണം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പാപവും ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആമേ ഹല്ലേലൂയ ഏതൊരു പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോഴും അതിൽ തളർന്നു പോകാതെ ആമേ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആമേ ഓട്ടം സ്ഥിരതയോടെ ഓടുകയാണ് മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ വിശ്വാസനായി പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ആമേ ഹല്ലേലൂയ. നമുക്ക് ഒരു ലക്ഷ്യം നമുക്ക് നോക്കുക മാത്രം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിലേക്ക് നോക്കുക മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ആമേ ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് യേശുവിനെ നോക്കുവാനാണ്, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം നമ്മൾ സ്ഥിരതയോട് ഓടുകയാണെങ്കിൽ ആമേ ആ സന്തോഷം നമുക്ക് പ്രാപിക്കാം. ആ ജീവകിരീടം പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഇന്ന് വാൽക്കാലം ചിത്രത്തോളം ദിവസങ്ങളിലായിരിപ്പം കർത്താവ് സഹായിച്ചു എന്നെ ഏൽപ്പിച്ച ആമേ ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥന വായിക്കുവാനും ആമേ ഹല്ലേലൂയ ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് ആമേ എന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് എൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുള്ള സമയങ്ങളെ ദൈവദാസനെ കൈമാറിക്കൊണ്ട് ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നു. ആമേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അവനെന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം അത് നന്നായി
എനിക്കനുകൂലം. അത് നന്നറിയുന്നു ഞാൻ. മെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും പരീക്ഷയെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതെല്ലാം ആമേൻ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. ഭാരങ്ങളുടെ, വേദനകളുടെ, കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതേ, നാം പാടിയതുപോലെ ആമേൻ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും കൂടെ ഇരുന്ന് നമ്മുടെ അത്ഭുതകരമായി നടത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിക്കുന്നവർ അവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും സാധിക്കുന്നത് ആമേൻ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഉപവസിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസിയായിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഇന്ന് പകൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ കർത്താവിന്റെ ദാസി നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. തനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ആമേൻ ദൈവസന്നിധിയിൽ അല്പസമയം അതേ ദൈവത്തിന്റെ വചനം നമ്മോട് പങ്കുവെക്കുവാൻ ഇടയായി. ശാരീരികമായ ബലഹീനതയിലൂടെ താൻ കടന്നു പോകുന്നു എങ്കിലും കർത്താവിന്റെ കൃപ തന്നോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ലൈവിൽ ഇപ്പോഴായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ ബന്ധിക്കാങ്കിളിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തന്റെ തിരക്കേറിയ സാഹചര്യത്തിലും കർത്താവുമായി ഏറിയ സമയങ്ങൾ വേറിട്ടിരിക്കുവാൻ, ആമേൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ താൻ കൊതിക്കുന്നതായി പലപ്പോഴും കാണുവാൻ കഴിയുന്നുണ്ട്. തന്നെയും തന്റെ കുടുംബത്തെയും തലമുറകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റ് അനേക പ്രിയപ്പെട്ടവർ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ അതേ ഇരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കൊതിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുഷ്ടൻ തൊടാതെ, ദൃഷ്ടി വെക്കാതെ, തകർത്ത് കളയാതെ അവിടുത്തെ ചിറകിന്റെ കീഴിൽ അതേ സ്വർഗം അവരെ പരിപാലിക്കട്ടെ. ഹല്ലേലൂയ. ഒട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുന്ന് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഒന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ആ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. അതുകൊണ്ട് താൻ സ്നേഹിക്കുന്ന തന്റെ മിഷണറി യാത്രയിൽ താൻ സ്ഥാപിക്കുവാൻ ദൈവം അനുവദിച്ച ദൈവസഭയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ഓടുന്നുവെങ്കിൽ ആമേൻ വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിനെന്ന് ആഹ്വാനം ചെയ്യുക. അംഗം പൊരുതുന്നവൻ ഒക്കെയും ആമേൻ സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവൻ വാടുന്ന കിരീടവും ആമേൻ അത് നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ
തന്നെ. ഹല്ലേലൂയ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ആമേൻ അത് ഓടുന്നത്. ഹല്ലേലൂയ. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടി യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ നാം പ്രസംഗിക്കുന്ന കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ കഴിയാതെ പലരും പരാജയപ്പെട്ടു പോകുന്നിടത്ത് പൗലോസ്ലീഹ പറയുകയാണ് ആമേൻ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. ഇന്ന് പകൽ നിശ്ചയമുള്ളവരായി ആമേൻ ഓടുവാൻ തക്കവണ്ണം പ്രാപ്തരായി മാറേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ ധരിപ്പിച്ച് ദൈവസഭയിൽ ഓടുന്ന ഓരോ പ്രിയപ്പെട്ടവരും ലക്ഷ്യമുള്ളവരായി അതേ പ്രാപ്തി ഉള്ളവരായി ആമേൻ ഓട്ടക്കളത്തിൽ ഓടുവാൻ തക്കവണ്ണം അവനെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അതെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ഈ ഉപവാസവും പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുറമെയുള്ള ജഡത്തെ ദണ്ഡിപ്പിച്ച് അകത്തെയുള്ള മനുഷ്യനെ ഒന്ന് ശക്തീകരിപ്പാൻ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്. കൃപയാൽ ഇന്നലെ രാത്രി നാം ചിന്തിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ 40 രാവും 40 പകലും അതെ ആയിരുന്ന ഭക്തന്മാരെ കുറിച്ച് അതേ മോശയെ കുറിച്ച് ആമേൻ ഏലിയാവിനെ അതുപോലെ തന്നെ ആമേൻ അതെ ഹോരേബം കയറി ചെന്ന അതേ മോശയെ കുറിച്ച് അതേ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചൊക്കെ ഇന്നലെ രാത്രി കൃപയാൽ നമുക്ക് അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പൗലോസ് പറയുകയാണ് ആമേൻ എൻ്റെ ഈ ജീവിത യാത്രയിൽ ഞാൻ ആമേൻ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഓടുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തി ഉള്ളവനാക്കി മാറ്റുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. നോക്കിക്കേ, കർത്താവിന്റെ ആമേൻ സന്നിധിയിൽ ആമേൻ ലക്ഷ്യം ഉള്ളവനായി ഓടിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ട്രാക്ക് തെറ്റാതെ ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയുന്ന ഒരു സാക്ഷ്യം ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വലിയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ആമേൻ. കർത്താവ് തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കർത്താവ് തന്ന ആ ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് ആമേൻ തിരിച്ചറിഞ്ഞ് ആമേൻ അതേ പ്രാണനെ വലിയതായി കാണാതെ ഹല്ലേലൂയ ആമേൻ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുന്നവർ അവരുടെ പ്രാണനെ വലിയതായി കാണാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തയ്യാറാകുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് അതിൽ മുൻപോട്ട് പോകുവാൻ കൊതിക്കുന്നവരെ ദൈവം ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ആമേൻ ദൈവം വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് പരമവിളിയാണ്. ഹല്ലേലൂയ. ഉന്നതമായ വിളിയാണ്. ആമേൻ. ആ വിളിക്കകത്ത് ആമേൻ ദൈവം വെച്ചിരിക്കുന്ന ആ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ ഓടുന്ന ഓട്ടത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. ഇന്ന് പകലിലും വിശ്വാസ പോർക്കളത്തിൽ ചുവട് വെച്ച് മുൻപോട്ട് പോകുന്ന അഭിഷക്തനെ, സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞെ, അതേ ബന്ധനവും അതേ കഷ്ടങ്ങളും അവനായി കാത്തിരിക്കുകയാ. എങ്കിലും ആമേൻ ഞാൻ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ എന്റെ ഓട്ടവും ദൈവകൃപയുടെ സാക്ഷ്യം
സത്യത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമേ എന്ന് എനിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന പൗലോസ്ലീഹ പറഞ്ഞത് ഇങ്ങനാണ്: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്ന് ഹല്ലേലൂയ മുമ്പിലുള്ളതിനെ ആഞ്ഞ്. ആമേൻ. അവന്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ആമേൻ. ദൈവം അവനെ ശക്തീകരിച്ച് അവൻ മുൻപോട്ട് ഓടുമ്പോൾ ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ടു പോകാതെ അവനെ ശക്തീകരിക്കുന്ന ആ ദൈവകൃപയിൽ ഹല്ലേലൂയ അവൻ ശരണപ്പെട്ടുകൊണ്ട് അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ട്, ആ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആമേൻ. അവന്റെ ഓട്ടം വൃഥാവല്ല. അവന് ഒരു ആമേൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവം ആണ് അവനെ വിളിച്ചിരിക്കുന്നതെന്ന് അവൻ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്താണ് അതെ ആ വിരുദ്? ഹല്ലേലൂയ. ആ സമ്മാനം എന്തായിരിക്കുമെന്ന് ആമേൻ അദ്ദേഹം ആരോടും പറയുന്നില്ല. അതിമഹത്തായ ഒന്നാണ് ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് ആമേൻ അത് തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ എത്ര പേര് ആ തിരിച്ചറിവുള്ളവരായിട്ടുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഓടുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഞാൻ ദൈവനാമത്തിനു വേണ്ടി ചെലവിടുന്നത് ഒന്നും വൃഥാവാകത്തില്ല. ദൈവം അതിമഹത്തായ ഒന്ന് എനിക്ക് വേണ്ടി അത് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പ്രാപിക്കുവാൻ ഹല്ലേലൂയ അതേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന് ഹല്ലേലൂയ അവന് കൊടുക്കുവാൻ അതേ മഹത്തായതൊന്ന് ആമേൻ സൃഷ്ടിക്കുവാൻ കഴിയും ഹല്ലേലൂയ എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയെ പോലെ കാഴ്ചപ്പാടോടുകൂടെ ആ ലക്ഷ്യബോധമുള്ളവരായി ഓടുന്നവർ ആമേൻ അതെ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. അതേ ഉപദ്രവിക്കുന്നവർ അതേ ചുറ്റുപാടുമുള്ളപ്പോൾ ഉപദ്രവം സഹിക്കേണ്ടി വരുന്ന അതേ ബന്ധനങ്ങളും കഷ്ടങ്ങളും തന്റെ ജീവിത യാത്രയിൽ അതേ പതിയിരിക്കുന്നു എന്നല്ലാതെ അവിടെ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അറിയുന്നില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, അതേ ഉപദ്രവം സഹിക്കുന്ന, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന, വേദനകളിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. അതേ പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നോക്കണമേ, പ്രതിഫലത്തെ കുറിച്ച് ആമേൻ അത് പറയുന്ന വേദഭാഗം ഇങ്ങനെയാ: ഒരു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വേലയെ മാനിച്ച്, കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് ആമേൻ ദൈവം അയച്ച ഒരു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആമേൻ അന്നും ഇന്നും ദൈവ വേലയുടെ മുഖത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന പ്രവാചകന്മാരെ കൈക്കൊള്ളുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അവൻ പ്രവാചകന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ഹല്ലേലൂയ ഉൾക്കൊള്ളുന്നവന് ആമേൻ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ആമേൻ. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. പലരും കുറ്റം ചുമത്തും
ചുമത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പലരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കുറ്റം പറയുന്നവരുടെ കൂടെയല്ല ദൈവം നീതീകരിച്ചവനെ, നീതിമാനായവനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിക്ഷനെന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഒറ്റക്കളത്തിൽ ഓടുന്നവർ അനേകരാ, വിരുദ് പ്രാപിക്കുന്നവന് ഒരുവനാണെന്ന് പറയുവാൻ കാരണം അതേ മനുഷ്യൻ പുറമെയുള്ളതിനെ നോക്കി വിലയിരുത്തി വിധിച്ചു തള്ളുമ്പോൾ ഹൃദയത്തെ നോക്കി അതേ വിധിക്കുന്നവൻ അവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി അതേ നീതിമാനാക്കി നിത്യതയ്ക്ക് വേണ്ടി അതേ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് പകലിലും അവൻ ഒരു പാപിയെ നീതീകരിപ്പാൻ ശക്തനായിരിക്കുന്ന കർത്താവ് അവന്റെ ശബ്ദം കേൾപ്പിച്ച് അനേകരെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന പകലെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16:27 ഇങ്ങനെ കാണുന്നു, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഇന്ന് പകൽ ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, അവൻ ഏത് അതേ ദേശത്തായിരുന്നാലും, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരുവാൻ കാലം ആസന്നമായിക്കൊണ്ടിരിക്കുകയാ. അവന്റെ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ വള്ളിപുള്ളി മാറ്റമില്ലാതെ അത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. കർത്താവ് വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന്, നീതിമാനെന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന്, ശിക്ഷനെന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു പാനപാത്രം തണ്ണീർ അതെ കൊടുത്തവനും അതേ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ആമേൻ. അവൻ വരുവാൻ സമയമാഗതമായി കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ അതേ ഹല്ലേലൂയ മണിപ്പന്തലിൽ ആമേൻ കർത്താവ് താൻ കാന്തയെ ചേർക്കുവാൻ അതേ മടങ്ങി വരുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാ. അവൻ വരുമ്പോൾ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുവാൻ തക്കവണ്ണം ഇടയാകും. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഹല്ലേലൂയ. നിരാശപ്പെടാതെ സന്തോഷിക്കുവാൻ ഉതകമാറ് ഒറ്റക്കളത്തിൽ ഓടുന്ന ആമേൻ ഒരുവന് അതേ വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം അതേ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് പകലിൽ ലൈവിലുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരുത്തൻ പണിത പ്രവൃത്തി ആമേൻ നിലനിൽക്കും. ഹല്ലേലൂയ. എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. ആമേൻ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ ഹല്ലേലൂയ അവന് പ്രതിഫലം കിട്ടും. ആമേൻ. പലപ്പോഴും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയാതെ, എടുക്കുന്ന തീരുമാനത്തിൽ ചുവടുവെക്കുവാൻ കഴിയാതെ ആമേൻ പലരും പതറിപ്പോകുമ്പോൾ, പലരും തളർന്നു പോകുമ്പോൾ, പലരും ക്ഷീണിച്ചു പോകുമ്പോൾ ആമേൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. ആമേൻ. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ആമേൻ. അധർമ്മം പെരുകിക്കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ വചനം പറയുന്നു, സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഈ നാളുകളിൽ ഹല്ലേലൂയ നാൾ സമീപിച്ചു കൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ നാൾ അടുത്തുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഹല്ലേലൂയ ജാതികൾ കോപിച്ച് നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വരുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ അതെ മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഹല്ലേലൂയ അതേ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലം വന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോ
ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ആമേൻ, ഒന്നാമനും ഒടുക്കത്തവനും ആദ്യനും അന്ത്യനുമാകുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ ആ ഓട്ടക്കളത്തിൽ ഓടുവാൻ കൃപ ലഭിച്ചവർ അതേ അവിടെയും ഇവിടെയും നോക്കി അതേ സമയം നഷ്ടമാക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് ഓടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും ആമേൻ ആമേൻ നിർണയപ്രകാരം അത് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയുന്നവർ ഇന്ന് പകൽ ഈ ലൈവിലുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഓട്ടക്കളത്തിൽ ഹല്ലേലൂയ, ആമേൻ, എല്ലാ ഓട്ടക്കാരും ഓടുന്നുവെന്ന് ആമേൻ അതെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഒരാൾക്ക് മാത്രമേ സമ്മാനം ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. സമ്മാനം ലഭിക്കുവാൻ തക്കവണ്ണം ഓടണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ആ ബിരുദ് പ്രാപിക്കത്തക്കവണ്ണം ഓടണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ആവശ്യമാണ്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ആമേൻ അതെ ഉയരത്തിലെ ശക്തിയെ പ്രാപിച്ച് പരാജയപ്പെടാതെ ആമേൻ പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ലക്ഷ്യബോധത്തോടെ ഓടുവാൻ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കാം, അവനായി കാത്തിരിക്കാം. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ, നാമല്ലോ പരിചോദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഹല്ലേലൂയ, നോക്കിക്കേ, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. എങ്ങനെ വേണം ആരാധിക്കാൻ? ബുദ്ധി കൊണ്ട് അല്ല, ആമേൻ, ആത്മാവ് കൊണ്ട്. ബുദ്ധി വേണ്ടെന്നല്ല, ബുദ്ധി വേണം, പക്ഷെ ആരാധിക്കേണ്ടത് ആത്മാവ് കൊണ്ടാണ്. ഹല്ലേലൂയ, പ്രശംസിക്കേണ്ടത് ക്രിസ്തു യേശുവിലായിരിക്കണം. സ്വന്തം ബുദ്ധിയിൽ പ്രശംസിക്കരുത്, സ്വന്തം കഴിവിൽ പ്രശംസിക്കരുത്, സ്വന്തം പ്രാപ്തിയിൽ പ്രശംസിക്കരുത്, സ്വന്തം സാഹചര്യങ്ങളിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിൽ പ്രശംസിക്കണം. ഹല്ലേലൂയ, ആശ്രയിക്കേണ്ടത് ജഡത്തിലായിരിക്കരുത്. അപ്പനെ ആശ്രയിക്കരുതെന്നല്ല, അമ്മയെ ആശ്രയിക്കരുതെന്നല്ല, പക്ഷേ ആശ്രയിക്കേണ്ടത് യഹോവയിലായിരിക്കണം. ചിലർ ആമേൻ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ചിലർ ഉന്നതന്മാരിൽ ആശ്രയിക്കുന്നു, ചിലർ മഹാന്മാരിൽ ആശ്രയിക്കുന്നു. ആമേൻ, പലരും പല നിലകളിലാണ് പലരെയും ആശ്രയിക്കുന്നത്. എന്നാൽ വചനം പറയുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. ആശ്രയിക്കേണ്ടത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിലാണ്. ഹല്ലേലൂയ, ആമേൻ. ചിലർ കുതിരകളിൽ ആശ്രയിച്ചപ്പോൾ, ചിലർ ആമേൻ രഥങ്ങളിൽ ആശ്രയിച്ചപ്പോൾ, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഹല്ലേലൂയ, ആമേൻ. നാം തന്നെ എന്നെത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ, താഴ്മയിൽ, ഹല്ലേലൂയ, ആമേൻ, ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും ആമേൻ തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ആമേൻ. ഒറ്റക്കളത്തിൽ ഓടുന്നവരുടെ ട്രാക്കിനെ തെറ്റിക്കുവാൻ സാധ്യതയുള്ള ലോകത്ത് ഞാനും നിങ്ങളും ഓടുമ്പോൾ എന്നെയും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കും. നോക്കണം, താഴ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആമേൻ ദൂതന്മാരെ ആരാധിക്കുന്നതിലും ആരെയാണ് ആരാധിക്കേണ്ടത്? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച
സൃഷ്ടാവാൻ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. എങ്ങനെ ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലുമാണ്. പക്ഷേ അവൻ ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ആരാ തല? ആമേൻ. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ആമേൻ. ഈ രീതിയിൽ ആമേൻ വചനം അത് പഠിപ്പിക്കാതെ, വചനം ഗ്രഹിക്കാതെ, അതിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാതെ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് അവൻ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിന വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ആരും അങ്ങനെയുള്ളവർ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും. ഹല്ലേലൂയ. നോക്കുക, ആമേൻ. കാലാകാലങ്ങളായി വിളിച്ച് വേർതിരിച്ച് മക്കളും പ്രിയമക്കളും ശുശ്രൂഷകന്മാരുമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ. അതേ കൃപയാലല്ലോ ഞാനും നിങ്ങളും വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയും കുലമഹിമ കൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയും കയ്യിലെ പണത്തിന്റെ മൂല്യം കൊണ്ടല്ല. ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് ഉയരുവാൻ ദൈവം നമ്മെ സഹായിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. വിരുന്ന് പ്രാപിക്കണമെങ്കിൽ, അവിടെ എത്തണമെങ്കിൽ, ആമേൻ, ഇവിടെ ഞാനും നിങ്ങളും ഓടുന്ന ഓട്ടത്തിൽ ആമേൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഓടുവാൻ തക്കവണ്ണം ഇടയാകണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയിലെ അംഗമായിരിക്കുന്നവരാരും പരാജയപ്പെട്ടു പോകുവാൻ ഇടയാകാതെ എല്ലാവരും ആമേൻ അതേ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ആമേൻ, ദൈവത്തിങ്കലെ വിശ്വാസം, ആമേൻ, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ, എന്ന് പറഞ്ഞാൽ ക്രിസ്തു അതിനെല്ലാം ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാകുന്നവർ പിന്നെയും അതിനെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും സമയം കളയാതെ അമ്മ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ അതെ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആമേൻ അതെ ആ പദ്ധതിയിലേക്ക് ഹല്ലേലൂയ പോകാം. ആമേൻ അതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് പോകാം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ വിരുദ്ധ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പലപ്പോഴും താൻ പ്രാർത്ഥനയ്ക്ക് സമയം കൂടുതൽ ചെലവഴിച്ചത് ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് വിശ്വാസികളായിരിക്കുന്നവർ, ദൈവസഭയിലെ അംഗങ്ങൾ കയറി വരുവാൻ വേണ്ടിയിട്ടാണ്. ആ അത്യന്ത വ്യാപാരത്തിന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ആമേൻ ഗ്രഹിക്കേണ്ടതിന്, തിരിച്ചറിയേണ്ടതിന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതേ ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളതിനെ മറന്നു. ഹല്ലേലൂയ. അതേ പിമ്പിലുള്ളതിനെ മറന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ പാട്ടും പ്രാർത്ഥനയും
ആരാധനയും ഉപവാസവും എല്ലാം എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ആമേൻ. നിശ്ചയമായും അതേ പരാജയപ്പെട്ടു പോകാതെ മുമ്പോട്ടോടുവാൻ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ ബലപ്പെടുത്തും. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിനും വർജനമാചരിക്കുന്നു. അതെ, അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അവനൊരു യുദ്ധക്കളത്തിലാണ്, അവനൊരു പോരാട്ടക്കളത്തിലാണ്. ഹല്ലേലൂയ. വെല്ലുവിളിയുടെ മുമ്പിലാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ആർക്കാണ് അടിമയാക്കുന്നത്? ക്രിസ്തുവിന്. ഹല്ലേലൂയ. ആമേൻ. താൻ പ്രസംഗിക്കുന്ന പ്രസംഗം, ഹല്ലേലൂയ, അതിശക്തിയോടെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, തന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, താൻ ആമേൻ പ്രസംഗിച്ചിട്ട് താൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ശരീരത്തെ എന്ത് ചെയ്യാണ്? ദണ്ഡിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ച പൗലോസ്ലീഹയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അതേ ഇടപെടലിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്: ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. ഇന്ന് പകലിലും, ഹല്ലേലൂയ, എരുതിയിൽ വീണാലും, ഹല്ലേലൂയ, അത് തീർന്നു പോകുവാൻ അനുവദിക്കാതെ, ഹല്ലേലൂയ, ആമേൻ, അത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ, എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നതു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നതു വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആയാലും നഷ്ടം വരിച്ചാലും കല്ലറവാദിക്കൈ കർത്തൻ വരും. നാടുനാളായാലും നഷ്ടം വരിച്ചാലും കല്ലറവാദിക്കൈ കർത്തൻ വരും. ആമേൻ. വിശ്വസിച്ചാൽ മഹത്വം കാണും, വിശ്വസിച്ചാൽ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും, സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ആ തിരിച്ചറിവോടുകൂടെ, ആ സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് ഓടുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളത് മറന്ന്, ഹല്ലേലൂയ, അതേ പിൻപിലുള്ളത് മറന്ന്, ഹല്ലേലൂയ, ഇന്നലകളിൽ ജീവിതത്തിൽ വന്നു ഭവിച്ചതെല്ലാം, ഹല്ലേലൂയ, ഞാൻ മറന്ന് മുമ്പിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിരുദ് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, ഞാൻ മുൻപോട്ട് ഓടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഓടി ക്ഷീണിക്കുവാൻ ഇടയാകാതെ, ഓടി തളരുവാൻ ഇടയാകാതെ, ഹല്ലേലൂയ, ഓട്ടത്തിൽ പലരും ക്ഷീണിതരായി, ഓട്ടത്തിൽ പലരും പരാജയപ്പെട്ട് മാറി
അത് ഇരിക്കുമ്പോൾ ഇന്ന് പകൽ അതേ ഓട്ടക്കടത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തളർന്നു വീഴുവാൻ, നീ ക്ഷീണിച്ചു പോകുവാൻ സമ്മതിക്കാതെ അതേ ഓട്ടത്തിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ അതേ ഓടുവാൻ തക്കവണ്ണം അതേ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു. പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. കൃപയാൽ ഇന്നലെ രാത്രി നമ്മൾ കേട്ടല്ലോ, ചൂരച്ചെടിയുടെ തണലിൽ ഓടി ക്ഷീണിച്ചിരിക്കുന്ന ഹല്ലേലൂയ അത് ഏലിയാവിനെ കുറിച്ച്. അവൻ അതേ ശക്തമായി ഓടി, എന്നാൽ അവനെ നിരുത്സാഹപ്പെടുത്തി, അവനെ ഭയപ്പെടുത്തി, അതേ ചൂരച്ചെടിയുടെ തണലിന്റെ കീഴിൽ ഇരുത്തി. ആമേൻ. അതേ മതി കർത്താവേ, എന്റെ പ്രാണനെ അങ്ങ് എടുത്തോ എന്ന് പറയത്തക്ക വിധത്തിൽ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പൗലോസ് തിരിച്ചറിഞ്ഞതുപോലെ, അത് തിരിച്ചറിഞ്ഞ ആമേൻ അതേ ഭക്തൻ പറഞ്ഞു, എന്നെ അങ്ങ് എടുത്തു. എന്നാൽ ഹല്ലേലൂയ അതേ ദൈവം ആമേൻ അവനെ ഉണർത്തുവാൻ ഹല്ലേലൂയ ചില ക്രമീകരണങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സൃഷ്ടിക്കുവാൻ, നിനക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനായ ദൈവം അത് കൂടെയുണ്ട്. തിരിച്ചറിയുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നീ തീർന്നു പോകുവാൻ, നീ ക്ഷീണിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല, നിന്നെ ശക്തീകരിപ്പാൻ ശക്തനായവൻ. അതേ മുൻപോട്ട് ലക്ഷ്യബോധത്തോടെ ഓടുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അതേ ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. ഹല്ലേലൂയ. അതേ അന്ന് മുതൽ അതേ ദൈവരാജ്യം ഹല്ലേലൂയ അതേ പ്രസംഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയാകേണ്ടതിന് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. ദൈവികം അതേ മാനസാന്തരം ആമേൻ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. അത് നമ്മുടെ നേരെ വരുന്ന കഷ്ടത ആമേൻ ഒരു നിമിഷം നേരം മാത്രമാണെങ്കിലും ഹല്ലേലൂയ അതിലും എത്രയോ അധികം നിത്യമായ ആ മഹത്വത്തിന്റെ ആമേൻ അതേ ആ സന്തോഷത്തിലേക്ക്, പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ കൂടാരത്തിലെ നമ്മുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോയെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ ആമേൻ സ്ഥിരമായി നിൽക്കുന്ന, ആരും തകർക്കാത്ത ഒരു ശാശ്വത ഭവനം സ്വർഗത്തിൽ നമുക്കായി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ അതേ ഇവിടെ നിന്നും പോയ കർത്താവ് മടങ്ങി വരുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മഹത്വത്തിനായി ഹല്ലേലൂയ അതേ താൻ നേരത്തെ ഒരുക്കിയ ആമേൻ അതേ ആ കരുണയുടെ പാത്രങ്ങളിൽ ഹല്ലേലൂയ തന്റെ മഹത്വത്തിന്റെ സമ്പത്ത് ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ ദൈവം തന്റെ സഭയെ അത് പണിതുകൊണ്ടിരിക്കുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ രാജ്യത്തിലേക്ക് ഹല്ലേലൂയ നമ്മെ എത്തിക്കുവാൻ, ആ മഹത്വത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ വിളിച്ച ദൈവത്തിന് യോഗ്യരന്മാരായി അതേ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശം അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാളിതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ ഒരു ഉന്നതമായ വിളി കേട്ടിറങ്ങി തിരിച്ച ആരും ലജ്ജിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർ ഓടുമ്പോൾ ഓട്ടത്തിൽ ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട്, തളർന്നു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട്, അവരെ ആമേൻ നിരുത്സാഹപ്പെടുത്തുവാൻ സാധ്യതയുള്ളവർ ചുറ്റുപാടും ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ അതേ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ആമേൻ
അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത ഹല്ലേലൂയ നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മരണം നീക്കുകയും ഹല്ലേലൂയ അത് ഭാഗ്യകരമായ ഒരു പ്രത്യാശ ഹല്ലേലൂയ ഉള്ളവരായി ജീവിക്കുവാൻ ഉന്നതമായ വിളി കേട്ടിറങ്ങി തിരിച്ച ഞാൻ നിങ്ങളും ഹല്ലേലൂയ സന്തോഷത്തോടെ ചുവടുകളെ വെക്കുവാൻ ഉതകുമാറ് ഇന്ന് പകൽ നമ്മെ ശക്തീകരിപ്പാൻ കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ ആരും നമ്മളെ തെറ്റിക്കാതിരിക്കുവാൻ. ഹല്ലേലൂയ നമ്മുടെ ദൈവവചനത്തിൽ വേരൂന്നി വളരുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് പകൽ പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി സ്തോത്രം. ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ മധ്യസ്ഥ പ്രാർത്ഥനയുമായി അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിന്റെ ദൈവം അനുഗ്രഹിച്ചാട്ട്. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു നല്ല ദൈവം. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പി. ഇന്ന് പകൽ കർത്താവിന്റെ വിളി കേട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അത് ജീവിക്കുന്ന തന്റെ മക്കളുടെ ചുറ്റുപാടുമുള്ള ഉപദ്രവങ്ങൾ, ബന്ധനങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അതിനെയെല്ലാം അതിജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപയാൽ അവിടെ നിറയ്ക്കണമേ. ഹല്ലേലൂയ അതേ അനേക പ്രവാചകന്മാരെ അത് ഉപദ്രവിച്ച ലോകത്ത് ഹല്ലേലൂയ ആമേൻ അവർ അങ്ങനെ തന്നെ ആമേൻ നിങ്ങളെയും ഉപദ്രവിക്കുമെന്നുള്ള ആ വചനം ഹല്ലേലൂയ പലപ്പോഴും അതേ വായിച്ച് ഗ്രഹിച്ച് ബലപ്പെടുവാൻ ആമേൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവം ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുമെന്നും, നീതിമാൻ എന്ന് വെച്ച് ആമേൻ നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുമെന്നും, ശിക്ഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തവന് ഒരു പാത്രം ആമേൻ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്നും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ ആമേൻ. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുമല്ലോ. ഹല്ലേലൂയ എന്ന് പകൽ ഹല്ലേലൂയ നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടുമെന്ന് തിരുവചനത്തിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിലനിൽക്കുന്ന ആമേൻ അതേ പ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെടുത്തി ആമേൻ പ്രതിഫലം വാങ്ങിവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് ഹല്ലേലൂയ സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ആമേൻ ഉത്സാഹം വർദ്ധിപ്പിച്ച് അന്യോന്യം സൂക്ഷിച്ച് ആമേൻ നാൾ സമീപിച്ചിരിക്കൊണ്ട് ഹല്ലേലൂയ അധികമായി അതിൽ വർദ്ധിച്ചു വരുവാൻ ഉതകത്തക്ക വിധത്തിൽ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ആമേൻ നയിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആരും നശിച്ചു പോകാനിടയാകാതെ ഹല്ലേലൂയ എല്ലാവരും നിത്യതയിലെത്തി പ്രതിഫലം വാങ്ങുവാനിടയാകേണ്ടതിന് ഈ ഭൂമിയിൽ കർത്താവെ ഞങ്ങൾ അന്യോന്യം അതേ സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരുവാൻ ആമേൻ അന്യോന്യം സൂക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവരെ സ്വർഗീയ ദൈവമേ അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കട്ടെ, സമാധാനമില്ലാത്തവർ സമാധാനം പ്രാപിക്കട്ടെ, സന്തോഷമില്ലാത്തവർ സന്തോഷം പ്രാപിക്കട്ടെ. വിവിധ നിലകളിൽ ആമേൻ കർത്താവെ ആത്മീയമായി അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കാത്തിരുന്ന് പ്രാപിക്കുക തന്റെ ജനത്തെ അവിടുന്ന് ആത്മാവിനെ പകർന്ന് ശക്തീകരിക്കണമേ. പൂർവാധിക ശക്തിയുടെ കർത്തൃവേലയിൽ പ്രയോജനപ്പെടുവാൻ വാഞ്ചിക്കുന്ന അങ്ങയുടെ മക്കള് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഉതകമാണ് ഉയരത്തിലെ ആ ശക്തിയാൽ അവിടെ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതാ ഞാൻ
വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവേ, ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ആമേൻ. വിശുദ്ധ ആമേൻ സഹോദരന്മാരെന്ന പദവിയിലേക്ക് അതേ സ്വർഗീയ ആ വിളിക്ക് ഓഹരിക്കാരാക്കി ആമേൻ ഞങ്ങൾ സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും ആമേൻ നന്മയ്ക്കാക്കി തീർക്കുന്ന, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് നൽകിയ നിയോഗം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ശക്തിയോടെ മുൻപോട്ട് പോകാൻ ഉതകുമാറ് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കി ആമേൻ കാത്തിരിക്കുന്ന അങ്ങയുടെ മക്കളെ ചിറകടിച്ചുയരുന്ന കടുകന്മാരെ പോലെ പറന്നുയരത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ആമേൻ അവരുടെ ശിരസിന്മേൽ വെച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിനനുസരിച്ച് ആമേൻ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് ആ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ അതേ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ വിളക്കിലെണ്ണ കരുതിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗം സഹായിച്ചാട്ട തോളടികളെ സഹായിച്ച് ബലപ്പെടുത്തിയ ദൈവോർപ്പിക്കാനില്ല. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ലൈവിൽ വരുവാൻ, ദൈവം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച ദൈവ കൃപയോർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയാണ്. ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രി 9 മണിക്ക് ദൈവവചനവുമായി ഫേസ്ബുക്ക് ലൈവിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹമായി തീരുന്നെങ്കിൽ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷെ ഒരു വാക്കായിരിക്കാം, ഒരു വചനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ഒരു വരിയായിരിക്കാം അവരെ സ്പർശിക്കുന്നത്. ആമേൻ. അവരെ ആത്മഹത്യയുടെ വക്കിൽ അല്ലെങ്കിൽ വിവിധ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ വചനം അവർക്ക് ആശ്വാസമായി അവരും നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9747034889 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഈ സന്ദേശം അവൈലബിൾ ആണ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ചാനൽ നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ പെൺകുഞ്ഞിന്റെ ജന്മദിനമാണ് നാളെ പകൽ. ഹല്ലേലൂയ. 22-ാം തീയതി ദീർഘനാളുകൾക്ക് ശേഷം കാത്തിരുന്നതിന്റെ മറുപടിയായിരുന്നു ദൈവം ഞങ്ങൾക്ക് നൽകിയ പെൺകുഞ്ഞ്. ഇന്ന് ആമേൻ ഒരു നിമിഷം ആമേൻ അതെ തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല വെള്ളിയാഴ്ചയ്ക്കായി സ്തോത്രം. കർത്താവെ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സമയം ഈ ലൈവിൽ ഉണ്ടെങ്കിൽ, വരും ദിവസങ്ങളിൽ ഈ ലൈവ് ശ്രദ്ധിക്കുന്നെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ കാത്തിരിപ്പിനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയായി കർത്താവെ, 3.5 വർഷത്തിന് ശേഷം നൽകി തന്ന തലമുറയുടെ ജന്മദിനമാണല്ലോ നാളെ പകൽ. ഇന്ന് ഈ വെള്ളിയാഴ്ച കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കൊടുത്ത് അങ്ങ് മാനിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട്
പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോർജ് സ്നേഹതീരം പ്രയർ ഫാമിലി എന്നും നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. നമുക്ക് ആ വിരുദിനായിട്ട് ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.